എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2019 നടത്തിയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 66/2019. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് GK ചോദ്യങ്ങളിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏത്? ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏത്? ഓപ്ഷൻ സി കലാംസാറ്റ് V2. കലാംസാറ്റ് V2 ആണ് ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം. സുപ്രീം കോടതിയുടെ 46ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി ആര്? സുപ്രീം കോടതിയുടെ 46ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി ഓപ്ഷൻ എ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. ജസ്റ്റിസ് TY ചന്ദ്രചൂഡാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2019 ജേതാക്കൾ ആര്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2019 ജേതാക്കൾ ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര തന്നെയാണ് 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 2018 കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര്? 2018 കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര്? ഓപ്ഷൻ സി ഓപ്പറേഷൻ കരുണ. ഓപ്പറേഷൻ കരുണയാണ് 2018 കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയിരുന്ന പേര്. പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി കാലിയോളജി. കാലിയോളജി എന്നാണ് പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം? മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം? ഓപ്ഷൻ ബി 1985. 1985 മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത്. അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ? അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ? ഓപ്ഷൻ എ PK ബാനർജി. PK ബാനർജിയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ. ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ഝാർഖണ്ഡ്. ഝാർഖണ്ഡിലാണ് ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ? ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ? ഓപ്ഷൻ എ ചെങ്കടൽ. ചെങ്കടലാണ് ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ. കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ ഒരു ഇൻപുട്ട് ഉപകരണമാണോ ഔട്ട്പുട്ട് ഉപകരണമാണോ? കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ ഒരു ഇൻപുട്ട് ഉപകരണമാണോ ഔട്ട്പുട്ട് ഉപകരണമാണോ? ഓപ്ഷൻ ഡി ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ്. കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ്. ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളൊന്നായ മാച്ചു പിക്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം? ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളൊന്നായ മാച്ചു പിക്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഓപ്ഷൻ ബി പെറു. ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളൊന്നായ മാച്ചു പിക്ചു പെറുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി? ഓപ്ഷൻ ഡി ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി.
പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഓപ്ഷൻ സി മൊഗൽ ലോൻ. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ഓപ്ഷൻ സി ജസ്റ്റീനിയൻ. തെംസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരം. തെംസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരം ഓപ്ഷൻ എ ലണ്ടൻ. ലണ്ടനാണ് തെംസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരം. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനി. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനി ഓപ്ഷൻ എ ഗൂഗിൾ. ഗൂഗിളാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനി. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏത് മൗലികാവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ്? പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏത് മൗലികാവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ്? ഓപ്ഷൻ ഡി സമത്വത്തിനുള്ള അവകാശം. മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? ഓപ്ഷൻ സി 5 തരം. മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഓപ്ഷൻ ബി മാലിക് ആസിഡ്. മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ ഡി തെംപ്ലി. തെംപ്ലിയാണ് ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം. അഗസ്റ്റ് ക്രാന്തി ഭവൻ ഏത് ഓഫീസിൻ്റെ ആസ്ഥാനമാണ്? അഗസ്റ്റ് ക്രാന്തി ഭവൻ ഏത് ഓഫീസിൻ്റെ ആസ്ഥാനമാണ്? ഓപ്ഷൻ ഡി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് അഗസ്റ്റ് ക്രാന്തി ഭവൻ. ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വരത്തേക്ക് വീശുന്ന പ്രാദേശികവാദമാണ്. ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഓപ്ഷൻ എ ഫോൻ. ഫോനാണ് ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദം. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായിട്ടുള്ള കോണ്ടൂർ രേഖകളുടെ നിറം ഓപ്ഷൻ സി തവിട്ട്. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായിട്ട് കോണ്ടൂർ രേഖകളിൽ തവിട്ട് നിറമാണ് ഉപയോഗിക്കുന്നത്. ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ്. എന്നാൽ ദ്രാവക ഓക്സിജന്റെ നിറമെന്ത്? ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ്. എന്നാൽ ദ്രാവക ഓക്സിജന്റെ നിറം എന്താണ്? ഓപ്ഷൻ ഡി നീല. ദ്രാവക ഓക്സിജന് നീല നിറമാണ്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത്? കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത്? ഓപ്ഷൻ എ പതിറ്റുപ്പത്ത്. പതിറ്റുപ്പത്താണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി. ലോകത്തിലെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ആര്? ലോകത്തിലെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ ബി ബേനസീർ ഭൂട്ടോ. ബേനസീർ ഭൂട്ടോയാണ് ലോകത്തിലെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് ഏത് രാജ്യത്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ ഓസ്ട്രേലിയയിലാണ്. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച
വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? ഓപ്ഷൻ സി സുഗതകുമാരി. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് സുഗതകുമാരിയുടെ ജന്മഗൃഹമാണ്. ലോക ഭൗമദിനമായി ആചരിക്കുന്ന ദിവസം. ലോക ഭൗമദിനമായി ആചരിക്കുന്ന ദിവസം. ഓപ്ഷൻ ബി ഏപ്രിൽ 22. ഏപ്രിൽ 22-നാണ് ലോക ഭൗമദിനമായി ആചരിക്കുന്നത്. 2018 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായതാര്? 2018 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഓപ്ഷൻ സി എം മുകുന്ദൻ. എം മുകുന്ദനാണ് 2018 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് എസ് കെ വസന്തനാണ്. ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ എ നമ്പി നാരായണൻ. നമ്പി നാരായണൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം. ഓപ്ഷൻ ഡി ചൈന. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെ2 ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ്? ഓപ്ഷൻ സി കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉദ്ഭവസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉദ്ഭവസ്ഥാനം. ഓപ്ഷൻ ബി ഗോമുഖ് ഗുഹ. ഗോമുഖ് ഗുഹയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉദ്ഭവസ്ഥാനം. ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത്. ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത്. ഓപ്ഷൻ എ ഡിസംബർ 24. ഡിസംബർ 24-നാണ് ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളൊന്നായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവാര്? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളിലൊന്നായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവാര്? ഓപ്ഷൻ സി സൂര്യാസെൻ. സൂര്യാസെന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളൊന്നായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരായും നടന്ന തോഭാഗ സമരം നടന്ന സ്ഥലം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരായും നടന്ന തോഭാഗ സമരം നടന്ന സ്ഥലം. ഓപ്ഷൻ ബി ബംഗാൾ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരായും നടന്ന തോൽഭാഗ സമരം നടന്നത് ബംഗാളിലാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? ഓപ്ഷൻ സി ഐ കെ കുമാരൻ. ഐ കെ കുമാരനാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തതാര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തതാര്? ഓപ്ഷൻ ഡി പോറ്റി ശ്രീരാമുലു. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമേത്? സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമേത്? ഓപ്ഷൻ എ സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘമാണ് സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം. ഓപ്ഷൻ ബി 1936 നവംബർ 12. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്?
1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ്. മനുഷ്യ ഉദ്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനമാണ് മനുഷ്യോദ്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനമാണ് ഓപ്ഷൻ ബി നരവംശശാസ്ത്രം. നരവംശശാസ്ത്രമാണ് മനുഷ്യ ഉദ്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനം അറിയപ്പെടുന്നത്. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏത്? ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏത്? ഓപ്ഷൻ സി വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ആണ് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 3ാമത്തെ പര്യവേക്ഷണ കേന്ദ്രം ഏത്? അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 3ാമത്തെ പര്യവേക്ഷണ കേന്ദ്രം ഏത്? ഓപ്ഷൻ ഡി ഭാരതി. ഭാരതിയാണ് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 3ാമത്തെ പര്യവേഷണ കേന്ദ്രം. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം ഏത്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം ഏത്? ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉണ്ടാകുന്ന താപനില. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉണ്ടാകുന്ന താപനില ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉണ്ടാകുന്ന താപനില. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. either my father or my mother dash coming to meeting. ഓപ്ഷൻ എ is. It was the dash dress I had ever bought. Option C cheapest. If that is the case dash I am not surprised about what is happening. Option B then. Have you had a discussion about dash to go to the movies or not? Option B whether. Ramu usually dash football in the evening. Option D plays. I am too tired dash. Option A aren't I. He killed 2 parrots dash 1 stick. Option A with. If you had read the paper you dash seen the advertisement. Option C would have. As we drove down the countryside we saw a dash of sheep gazing in the fields. Option D flock. 80ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. The antonym of startled is. Option B relaxed. The synonym of August is. Option D dignified. My friend has given me a lot of dash over the years. I think he wants me to use it to write to him. Option B stationery. He dashed his property to the trust. Option A gave away. A person who does not believe in the existence of God. Option C atheist. He made a few introductory remarks dash the concert began. Option D before. She visits her father once in a blue moon. Once in a blue moon. Option A seldom. I have been working here dash 2002. Option B since. Choose the correct option for the underlined phrase. The man
ടു ഹൂ ഐ സോൾഡ് മൈ ഹൗസ് വാസ് എ ചീറ്റ്. ടു ഹൂ ഐ സോൾഡ്. ഓപ്ഷൻ ഡി, ടു ഹൂം ഐ സോൾഡ്. Raju wore a white shirt. Choose the one which best expresses the given sentence in passive voice. Option C. A white shirt was worn by Raju. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി, അടിമത്തം. ആദേശ സന്ധിക്ക് ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി, വിണ്ടലം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി, സന്നിഗ്ധം. തലമുടിക്ക് പര്യായമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി, വാണി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? ഓപ്ഷൻ എ, നാട്ടിൻപുറങ്ങൾ പഴയകാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ കൃതി ഏതാണ്? ഓപ്ഷൻ ഡി, കൊച്ചു സീത. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഓപ്ഷൻ സി, സി വി രാമൻപിള്ള. ONV കുറുപ്പിന് അക്ഷരം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ച പുരസ്കാരം ഏത്? ഓപ്ഷൻ ഡി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കിക്ക് ദ ബക്കറ്റ് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത്? ഓപ്ഷൻ ബി, മരിക്കുക. ദ ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് സ്റ്റാർട്ടഡ് ടു ഷോ ഇറ്റ്സ് സൈൻ ഇൻ ദ ഫോം ഓഫ് ഡ്രോട്ട്, ഐസ് മെൽറ്റിംഗ് എക്സെട്ര എന്നതിൻ്റെ ശരിയായ മലയാള രൂപം ഏത്? ഓപ്ഷൻ സി, വരൾച്ച, മഞ്ഞുരുകൾ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട്. അടുത്തായി നമുക്ക് മാത്സ് ചോദ്യങ്ങൾ നോക്കാം. +15 ഹോൾ -25 ഹോൾ +12 ബൈ -4ൻ്റെ വില ഡാഷ് ആണ്. ഓപ്ഷൻ എ, -13. 7/4 -5/4ൻ്റെ അനുയോജ്യമായ ദശാംശ രൂപം താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി, 0.5. ഒരു സംഖ്യയുടെ 8% 250 ആണെങ്കിൽ സംഖ്യ ഡാഷ് ആണ്. ഓപ്ഷൻ സി, 3125. 3250 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 2.5% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില ഡാഷ് ആണ്. ഓപ്ഷൻ എ, 3168.75 രൂപ. ഒരു ബാങ്ക് വായ്പയ്ക്ക് 12% നിരക്കിൽ വാർഷിക പലിശയാണ് ഈടാക്കുന്നത്. ഇതേ നിരക്കിൽ 36,500 രൂപയ്ക്ക് പാദവാർഷികമായി 3 മാസത്തേക്കുള്ള പലിശ ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ ബി, 1095 രൂപ. ഇഡലി ഉണ്ടാക്കാൻ എടുക്കുന്ന മാവിൽ 1 കിലോ അരിക്ക് 400 ഗ്രാം ഉഴുന്ന് എടുക്കുന്നുവെങ്കിൽ അരിയും ഉഴുന്നും തമ്മിലുള്ള അംശബന്ധം ഡാഷ് ആണ്. ഓപ്ഷൻ ഡി, 5:2. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? 17.5 മിനിറ്റ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 8ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, 1, 6, 11 എന്ന സമാന്തര ശ്രേണിയിലെ ഏത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ഡാഷ് ആണ്? ഓപ്ഷൻ ബി, 5ൻ്റെ ഗുണിതം. വശങ്ങളുടെ നീളങ്ങൾ 6 സെൻറ്റിമീറ്റർ ആയ സമഭുജ ത്രികോണങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഷഡ്ഭുജത്തിൻ്റെ ചുറ്റളവ് ഡാഷ് സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ ഡി, 36 സെൻറ്റിമീറ്റർ. 1, 1/2, 1/2², 1/2³ എന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം ഡാഷ് ആണ്. ഓപ്ഷൻ സി, 1/2n-1. x = 2 y = 1 ആയാൽ x² - y² x + yയുടെ വില ഡാഷ് ആണ്. ഓപ്ഷൻ ബി, 1. RAN = QBM SIM = RJL ആയാൽ XYZ = ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ ഡി, WZY. തന്നിരിക്കുന്ന സംഖ്യകൾ വിശകലനം ചെയ്ത് ഒറ്റയാനെ കണ്ടെത്തുക.
27, 33, 37, 39. ഓപ്ഷൻ സി 37. ഒരാൾ 20 മീറ്റർ വടക്ക് ഭാഗത്തേക്ക് നടക്കുന്നു. അവിടെ നിന്നും ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് 30 മീറ്റർ നടന്നു. വീണ്ടും ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് 35 മീറ്റർ നടന്നു. അവിടെ നിന്നും വലത് ഭാഗത്തേക്ക് 15 മീറ്ററും തുടർന്ന് വീണ്ടും വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ നടന്നു. ഇപ്പോൾ തുടങ്ങിയ സ്ഥാനത്തു നിന്നുമുള്ള അകലവും സ്ഥാനവും കാണുക. ഓപ്ഷൻ സി 45 മീറ്റർ പടിഞ്ഞാറ്. ലെഫ്റ്റ് വ്യവകലനത്തെയും റൈറ്റ് തുകയെയും അപ്പ് ഗുണനത്തെയും ഡൗൺ ഹരണത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 64 ലെഫ്റ്റ് 36 ഹോൾ ഡൗൺ 8 റൈറ്റ് 6 ഹോൾ അപ്പ് 5 ഡാഷ് ആണ്. ഓപ്ഷൻ എ 10. ഒരു ക്ലോക്കിലെ സമയം 5:17 ആണ് എങ്കിൽ ക്ലോക്കിനെതിരെയുള്ള ചുമരിൽ തൂക്കിയ കണ്ണാടിയിൽ കാണുന്ന സമയം ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ ബി 6:43. 4:15 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുണ്ടാകുന്ന കോണളവ് എത്ര ഡിഗ്രിയാണ്? ഓപ്ഷൻ എ 37.5 ഡിഗ്രി. 101 × 99 - 105 × 95 ഓപ്ഷൻ സി 24. 2008 ജനുവരി 27 ഞായറാഴ്ചയാണെങ്കിൽ 2008 മാർച്ച് 3 ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ ബി തിങ്കളാഴ്ച. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.